നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിക്കണം. അതിന് പൂർണ്ണ പ്രോത്സാഹനവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായ ചർച്ചകളിലൂടെ പരിഹരിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിപ്പിക്കാനായി എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ പ്രശ്നങ്ങൾ നല്ല രീതിയിലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന അഭ്യർത്ഥനയാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ നേരായ മാർഗത്തിലൂടെ നല്ല ചർച്ചകളിലൂടെ പരിഹരിക്കുന്നത് വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നതാണ് മില്ലർ പറയുന്നത്. UK മാധ്യമമായ ദി ഗാർഡിയൻ പാക് മണ്ണിലെത്തി ഭീകരരെ അതിർത്തി കടന്ന് ഇന്ത്യ കൊലപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിനിടയിലാണ് മില്ലർ ഇപ്രകാരം പറഞ്ഞത്. ദി ഗാർഡിയൻ റിപ്പോർട്ട് തെറ്റായ വസ്തുതയാണെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. അതായത് 2 പാകിസ്ഥാൻ പൗരന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഇന്ത്യ പാടെ തള്ളിക്കളയുകയായിരുന്നു. കൃത്യസമയത്ത് മറുപടിയും ഇതിന് കൊടുത്തു. അതായത് ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തീർത്തും ദുരുദ്ദേശപരവും അതേപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുക എന്നുള്ള പാകിസ്ഥാന്റെ പുതിയ ശ്രമമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സൈനിക അഴിമതികളും അക്രമങ്ങളും ഒക്കെ സ്ഥിരം കാഴ്ചയാണ് പാകിസ്ഥാനിൽ. അങ്ങനെയുള്ള പാകിസ്ഥാനാണ് ഇന്ത്യയെ പരിഹസിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ താറടിക്കാൻ ഇത്തരം പൊറാട്ട് നാടകങ്ങളുമായി വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും പാകിസ്ഥാന് പരസ്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന വസ്തുതയും വിസ്മരിച്ചുകൂടാ. തീവ്രവാദത്തിന്റെയും അക്രമത്തിന്റെയും പാത പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാന് തന്നെ വലിയ പ്രശ്നമായി മാറുമെന്ന മുന്നറിയിപ്പും രാജ്യങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു. പാകിസ്ഥാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് തുറന്നടിച്ചു. പാകിസ്ഥാന്റെ പ്രകോപനപരമായ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ചുട്ട മറുപടിയാണ് നൽകി വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് പാകിസ്ഥാനോട് സമവായത്തിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യ തീർത്തു പറഞ്ഞിരുന്നു. എന്തായാലും അമേരിക്കയുടെ ഈ പറച്ചിൽ എന്തൊക്കെ കോലാഹലങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും നല്ല ബന്ധത്തിന് എന്താണ് ഇത്ര താല്പര്യം എന്നതാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരോട് ഒരു ദയയും കാണിക്കില്ല. പാകിസ്ഥാൻ മണ്ണിൽ പോയി തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനുമായി സന്ധിയില്ല എന്ന് ഇന്ത്യ തറപ്പിച്ചു പറഞ്ഞിരുന്നു. ഇന്ത്യ പാക് ബന്ധത്തിലെ വിള്ളലുണ്ടാക്കിയത് പാകിസ്ഥാൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചരിത്രം പരിശോധിച്ചാൽ ഇരു രാജ്യങ്ങളുടെയും സംഘർഷത്തിന്റെ ഒരു നേർചിത്രം നമുക്ക് ലഭിക്കും. ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുന്നത്. വിഭജനം ഒരു മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാനും ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയും ഉണ്ടാക്കി. ആ വിഭജനമാണ് ഇക്കണ്ട പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാന്റെ തീവ്രവാദം, മുൻവിധി, വിശ്വാസമില്ലായ്മ, യുദ്ധം എന്നിവയാൽ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം തകർന്ന് തരിപ്പണമായത്. എന്തായാലും ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒരു നല്ല അയൽരാജ്യമല്ല. ഭീകരതയെ ശക്തമായി പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോട് നല്ല ബന്ധം ഒരിക്കലും ഇന്ത്യക്ക് സാധിക്കില്ല എന്നതാണ് വസ്തുത. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതും പെട്ടെന്നൊന്നും സാധ്യമായ കാര്യവുമല്ല. ഭീകരതയ്ക്ക് ഇന്ത്യ മാപ്പ് കൊടുക്കാത്തിടത്തോളം കാലവും ഭീകരതയെ പാകിസ്ഥാൻ ചേർത്ത് പിടിക്കുന്നിടത്തോളം കാലവും ആ ബന്ധത്തിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടാകില്ല. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി പോരാടുക തന്നെ ചെയ്യും. എന്തായാലും അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒന്നിക്കണമെങ്കിൽ അതിന് ആദ്യം മാറേണ്ടത് പാകിസ്ഥാൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.